ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു ഓർഗനൈസറിൻ്റെ വീഡിയോ ആയിട്ടാണ്. നമ്മുടെ അരിയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ബാഗ് ഉണ്ടല്ലോ, നമ്മുടെ അരിച്ചാക്ക്. അപ്പോൾ അത് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഓർഗനൈസറാണ്. അരിച്ചാക്കൊക്കെ വീട്ടിലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഫാമിലിയിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് നമ്മുടെ ഓർഗനൈസർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരിയുടെ ബാഗ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 19 കിലോളം അരി കൊള്ളുന്നൊരു ബാഗാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അരിയുടെ ബാഗ് വെച്ചിട്ടാണ് നമ്മൾ നല്ലൊരു ഓർഗനൈസർ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ബാഗിൻ്റെ 2 സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ ബാഗിൻ്റെ 2 സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. നമ്മുടെ ആ പ്രിൻ്റ് വരുന്ന ഭാഗം ഉള്ളിലോട്ടാവുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം കേട്ടോ. ഇതാ ഇതുപോലെ. ഇനി ഇതിൻ്റെ അടിഭാഗത്തുള്ള എക്സ്ട്രാ വരുന്ന പീസൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ അരിയുടെ ബാഗൊക്കെ നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുകയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് പ്ലാസ്റ്റിക് കവറാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പ്ലാസ്റ്റിക് കവർ റെഡിയാക്കുന്നവരെ ഇതിവിടെ ഇരിക്കട്ടെ. ഇതാ ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവറാണ് വേണ്ടത്. ഇത് നമ്മുടെ ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടാറില്ലേ, ആ ഒരു പ്ലാസ്റ്റിക് കവറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ജ്വല്ലറി ഓർഗനൈസറിലോട്ട് നമ്മൾ അത്യാവശ്യം കട്ടിയുള്ള പ്ലാസ്റ്റിക് കവർ തന്നെ എടുക്കണം കേട്ടോ. അത് മാത്രമല്ല നമുക്ക് ട്രാൻസ്പെറൻറ്റ് കവർ തന്നെ വേണം. അപ്പോൾ അതെടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. ഈ ഒരു പ്ലാസ്റ്റിക് കവറിനെ ഞാൻ കറക്റ്റ് 3 ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. 3 ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്ത പ്ലാസ്റ്റിക് കവറിൻ്റെ നടുക്ക് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ 6 പീസ് കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, ചെറിയ 6 പ്ലാസ്റ്റിക് ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് ഒരു ബോർഡർ പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ഷീറ്റിന് ബോർഡർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് നമ്മൾ ചാക്കിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ, 2 സൈഡ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു പീസാണ് കേട്ടോ. ഈ ഒരു അരിച്ചാക്കിൻ്റെ ബാലൻസ് പീസ് ഉണ്ടല്ലോ, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ അതേ ലെങ്ത്തിൽ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ബോർഡർ വെക്കാനുള്ള വീതി എന്ന് പറയുന്നത് 2 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ എന്താ പ്ലാസ്റ്റിക് ഷീറ്റിന് ബോർഡർ വെച്ച് കൊടുക്കാനുള്ള 6 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിലോട്ട് ആ ബോർഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ ഒരു സൈഡിലായിട്ട് വേണം കേട്ടോ ഇതുപോലെ ബോർഡർ തയ്ച്ചു കൊടുക്കാനായിട്ട്. ഇതുപോലെ ഓരോ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെയും ഈ ഒരു രീതിക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇപ്പം ഞാൻ ഇതാ ഒരു ഷീറ്റിന് ബോർഡർ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം ബാക്കി 5 ഷീറ്റിന് നമ്മൾ തയ്ച്ചെടുക്കാനായിട്ട്. ഇപ്പം ഞാനിത് നമ്മുടെ 6 പ്ലാസ്റ്റിക് ഷീറ്റിലും ഇതുപോലെ ബോർഡർ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നമ്മുടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന അരിയുടെ ബാഗിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാനിത് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന അരിയുടെ ബാഗ് ഉണ്ടല്ലോ, ആ ഒരു ബാഗ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് അരിയുടെ ചാക്കിലോട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുന്ന ടൈമിൽ നമ്മൾ ആദ്യം വെച്ച പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ അടിഭാഗം ടച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ രണ്ടാമത്തെ പ്ലാസ്റ്റിക് ഷീറ്റ് വെക്കാനായിട്ട്. ഈ ഒരു രീതിക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് താഴെ താഴെയായിട്ട് ഓരോന്ന് വരുന്ന രീതിയിൽ വെച്ചുകൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം കണ്ടില്ലേ, ഇതുപോലെ ഞാൻ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ. ഇനി ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ തന്നെ അടിഭാഗം, അതായത് നമ്മൾ ബോർഡർ വെക്കാത്ത ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം നമ്മുടെ ആ ഒരു അരിച്ചാക്കിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് 6 ഷീറ്റിൻ്റെ അടിഭാഗം ഇതുപോലെ തയ്ച്ചു കൊടുക്കണം. ഇതുപോലെ വേണം കേട്ടോ തയ്ച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ അടിഭാഗമൊക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിക്ക് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഈ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ ഇപ്പോൾ ഓപ്പൺ ആയി കിടക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഈ ഒരു സൈഡ് നീളത്തിലൊന്ന് തയ്ച്ചു കൊടുക്കാം. ഇപ്പം ഞാനിത് ആ ഒരു സൈഡ് കൂടി തയ്ച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു പോക്കറ്റിൻ്റെ രൂപത്തിലോട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, വലിയൊരു പോക്കറ്റിൻ്റെ രൂപത്തിലോട്ടായിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഞാൻ ആ സ്റ്റിച്ച് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു നൂലൊക്കെ കാണുന്നത് കൊണ്ട് തന്നെ, വൃത്തികേടുള്ളത് കൊണ്ട് ആ ഒരു ഭാഗം കവർ ചെയ്യാനായിട്ട് ഞാൻ ഈ ബാഗിൻ്റെ തന്നെ നമ്മുടെ അരിച്ചാക്കുണ്ടല്ലോ, ആ ഒരു ചാക്കിൻ്റെ തന്നെ ചെറിയൊരു പീസ് അവിടെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡും കൂടി വെച്ച് കൊടുക്കാം. ഇത് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, പക്ഷെ അത് കട്ട് ചെയ്തതും സ്റ്റിച്ച് ചെയ്ത ഭാഗമൊക്കെ കാണുമ്പോൾ ഒരു വൃത്തികേടുണ്ട്. അപ്പോൾ അതൊന്ന് കവർ ചെയ്യാനായിട്ടാണ് ഒരു പീസ് നമ്മൾ എക്സ്ട്രാ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ നമുക്ക് ബാക്കി വന്ന പീസൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വെച്ചിട്ട് നമുക്ക് ആ സൈഡ് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് 2 സൈഡും നമ്മുടെ ചാക്കിൻ്റെ ബാലൻസ് വന്ന പീസൊക്കെ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം കാണാൻ തന്നെ ഒരു ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ചാക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഞാൻ കാണിക്കുന്നത് പോലെ ഒന്ന് തയ്ച്ചെടുക്കണം കേട്ടോ. 2 ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കണം. ഇതുപോലെ നീളത്തിൽ തയ്ച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം തയ്ച്ചെടുക്കാനായിട്ട്. ഇപ്പം നമുക്ക് ചെറിയ ചെറിയ പോക്കറ്റുകളായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ വേണം തയ്ച്ചെടുക്കാനായിട്ട്. ചെറിയ ചെറിയ പോക്കറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ചാക്കിൻ്റെ തന്നെ ബാലൻസ് കട്ട് ചെയ്തപ്പോൾ വന്ന പീസാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം. ഒരു റിബൺ പോലെ വെച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്.
അപ്പോൾ ഇവിടെ താഴെയായിട്ട് അത്യാവശ്യം സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ ഞാനിവിടെ 2 റിബൺ പോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ അളവ് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പം ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ 2 ഭാഗത്തായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ വെച്ചതിന് ശേഷം 2 സൈഡിലായിട്ട് തയ്ച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാനിത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാവുക. നമ്മൾ 2 സൈഡിൽ മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ മടക്കി എടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഹാങ്ങറാണ്. ഇനി ഈ ഒരു ഹാങ്ങർ നമുക്ക് ഈ ഒരു ചാക്കിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഹാങ്ങർ ഇടാൻ വേണ്ടിയിട്ടാണ് നേരത്തെ നമ്മൾ കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്കിതിൻ്റെ 2 സൈഡിലായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതായത് ചാക്കിൻ്റെ 2 സൈഡും ഒന്ന് ജോയിൻ ചെയ്യണം കേട്ടോ. നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഹാങ്ങർ ചാക്കിനേക്കാളും വലിപ്പം ഉള്ളതുകൊണ്ട് തന്നെ ഹാങ്ങറിൻ്റെ പകുതിയോളം ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കും കേട്ടോ. ഇത് കണ്ടോ, 2 സൈഡിലായിട്ട് ഹാങ്ങറിൻ്റെ ഭാഗം കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചാക്കിൻ്റെ 2 ഭാഗവും ജോയിൻ ചെയ്യുന്ന ടൈമിൽ ആ ഒരു സ്പേസ് വിട്ടതിന് ശേഷം ബാക്കിയുള്ള ഭാഗം മാത്രം ജോയിൻ ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാനിത് നമ്മുടെ ചാക്കിൻ്റെ 2 സൈഡും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ അടിവശം ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാവുക. കണ്ടോ, ഈ ഒരു ഭാഗത്ത് ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഹാങ്ങർ വലിപ്പമുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഹാങ്ങർ പുറത്തേക്ക് തള്ളിയിരിക്കാവുന്ന രീതിയിൽ വെച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഹാങ്ങർ വലിപ്പം കുറവാണ്, ഈ ഒരു ചാക്കിൻ്റെ വലിപ്പം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം, ജോയിൻ ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ഈ ഒരു ഹാങ്ങർ നമുക്ക് ഈ ഒരു ചാക്കിൻ്റെ ഉൾഭാഗത്ത് കൂടി ഒന്ന് കടത്തി വെച്ച് കൊടുക്കാം. ഇതുപോലെ തൂക്കിയിടാൻ പാകത്തിൽ നമുക്കിതുപോലെ ഹാങ്ങർ വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നമ്മുടെ ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ജ്വല്ലറിയും ക്ലിപ്സും ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന കമ്മലും മാലയൊക്കെ ഓരോ പോക്കറ്റിലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇത് പിന്ന് നമ്മൾ എത്ര ഉണ്ടെങ്കിൽ പോലും ആവശ്യത്തിന് തിരഞ്ഞാൽ കാണാത്ത ഒരു സാധനമാണ് ഈ സേഫ്റ്റി പിൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു ഓർഗനൈസറിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോകുന്ന ടൈമിലൊക്കെ നമ്മൾ ഈ ഒരു ഓർഗനൈസർ മാത്രം ചെക്ക് ചെയ്താൽ മതി. നമ്മുടെ സേഫ്റ്റി പിന്നിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഇതുപോലുള്ള ചെറിയ ചെറിയ ക്ലിപ്പുകൾക്കൊക്കെ എത്ര തിരഞ്ഞാലും കാണത്തില്ല കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ക്ലിപ്പൊക്കെ നമ്മുടെ ഓർഗനൈസറിൽ കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനാണ് ഈ ഒരു സംഭവം ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലിപ്പൊക്കെ ഇതിലോട്ട് നമുക്ക് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഒരാവശ്യം ഉണ്ടാകത്തില്ല. നമുക്ക് ഈ ഒരു ഓർഗനൈസർ മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ ഇത് നമ്മുടെ ഓർഗനൈസർ ഞാൻ ഹാങ് ചെയ്തിട്ടേക്കാണ്. ഇതുപോലെ നമുക്ക് നമ്മുടെ ഓർഗനൈസർ എവിടെ വേണമെങ്കിലും ഹാങ് ചെയ്ത് വെക്കാവുന്നതാണ്. നമ്മുടെ ഷെൽഫിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് ഹാങ് ചെയ്ത് വെക്കുകയാണെങ്കിൽ
നമ്മൾ റെഡി ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലുള്ള ക്ലിപ്പൊക്കെ ആണെങ്കിലും നമുക്ക് ആ ഹാങ്ങറിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതുപോലെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മുടെ ജ്വല്ലറി പോലുള്ള ഒട്ടുമിക്ക സാധനങ്ങളും ഇതിലോട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. മാത്രമല്ല ഈ ഒരു ട്രാൻസ്പെറൻറ്റ് കവർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അരിച്ചാക്കൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഓർഗനൈസർ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടാനും മറക്കണ്ട. അതുപോലെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.